ഇപ്പോൾ CP+, IMOU, ISWIS പോലെയുള്ള ഒരുപാട് ബ്രാൻഡ് വൈഫൈ ക്യാമറകൾ നമുക്ക് അവൈലബിൾ ആണ്. പക്ഷേ നമുക്ക് കിട്ടുന്ന NVR അതിപ്പോൾ ഹിക്വിഷൻ്റെ ആയിരിക്കും, UNVയുടെ ആയിരിക്കും, CP+ൻ്റെ ആയിരിക്കും, അതുപോലെ ഹണിവെൽ ആയിരിക്കും. ഏത് ബ്രാൻഡ് NVR ആണെങ്കിലും ആ രണ്ട് കമ്പനികൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ അതിനൊരു പ്രോട്ടോക്കോളുണ്ട്. അത് സാധാരണ ONVF പ്രോട്ടോക്കോളാണ്. ആ പ്രോട്ടോക്കോൾ ഉണ്ടെങ്കിൽ മാത്രമാണ്, അതായത് ക്യാമറയ്ക്കുള്ളിലും ആ പ്രോട്ടോക്കോൾ വേണം. NVRനകത്ത് പ്രോട്ടോക്കോൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്യാമറ NVR തമ്മിൽ നമുക്ക് കണക്ട് ചെയ്ത് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പക്ഷെ ഞാൻ കണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ക്യാമറയിലുള്ള എല്ലാ ഫീച്ചേഴ്സും ഒന്നും തന്നെ നമുക്ക് ഈ NVRലൂടെ റെക്കോർഡ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുകയില്ല. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനകത്ത് കുറേ പ്രൊഫൈൽസ് വരുന്നുണ്ട്. ONVF പ്രൊഫൈൽ എന്ന് പറഞ്ഞിട്ട് പ്രൊഫൈൽ വരുന്നുണ്ട് കുറേ എണ്ണം. ഞാനിപ്പോൾ അത് ഈ ഒരു വീഡിയോയിൽ പറയുന്നില്ല, ഞാൻ അത് പ്രൊഫൈലുകളെ പറ്റി എല്ലാം മറ്റൊരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്ന കാര്യമാണ്. അപ്പോൾ അത് സ്യൂട്ടാണെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ ഫീച്ചേഴ്സ് മുഴുവൻ കിട്ടുള്ളൂ. പക്ഷേ ലൈവ് കാണാനും റെക്കോർഡ് ചെയ്യാനും ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് ഏത് ക്യാമറയാണെങ്കിലും എൻ്റെ അറിവിൽ ഇപ്പോൾ എല്ലാ NVRലേക്ക് നമുക്ക് സ്യൂട്ടബിൾ ആയിട്ട് ആഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ബ്രാൻഡഡ് ആയിട്ടുള്ള NVRൽ കേട്ടോ, ഞാൻ അൺബ്രാൻഡഡിനെ പറ്റി പറയുന്നില്ല ഇവിടെ. നമ്മുടെ അടുത്ത വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത് ISWISൻ്റെ ഒരു ഇലക്ട്രിക് ഡോർ ലോക്ക് ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, ബെൽ ബട്ടൺ അമർത്തി വെക്കുക കേട്ടോ. അടുത്ത ദിവസം ഇതിൻ്റെ വീഡിയോ വരുന്നുണ്ട്. ഫുൾ ആയിട്ടുള്ള ഇതിൻ്റെ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. നിങ്ങൾക്ക് ലോകത്തിൻ്റെ എവിടെ വേണമെങ്കിലും ഇരുന്നു കൊണ്ട് നമ്മുടെ വീട്ടിൽ വെച്ചിരിക്കുന്ന നമ്മുടെ ഡോറ് ഓപ്പൺ ചെയ്യാൻ സാധിക്കും വൺസ് ഈ സാധനമാണ് നിങ്ങൾ ഇൻസ്റ്റലേഷൻ ചെയ്തേക്കണമെന്നുണ്ടെങ്കിൽ. പക്ഷേ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഏത് കമ്പനിയുടെ ക്യാമറയാണെന്നുണ്ടെങ്കിൽ ആ കമ്പനിക്ക് ഒരു ആപ്പ് വരുന്നുണ്ട്. ഈ വൈഫൈ ക്യാമറകൾ എപ്പോഴും ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ട് നമുക്ക് മാനേജ് ചെയ്യാൻ സാധിക്കുന്നത് അതാത് കമ്പനികൾ, അതായത് ആ മാനുഫാക്ചർ തന്നെ തരുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ നമ്മളിപ്പോൾ IMOUവിൻ്റെ ഒരു ക്യാമറ എടുക്കുകയാണെങ്കിൽ IMOU ലൈഫ് എന്ന് പറഞ്ഞിട്ടൊരു ആപ്പ് ഉണ്ട്. ആ ഒരു ആപ്പിലൂടെയാണ് ആ ക്യാമറ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് മാനേജ് ചെയ്യാൻ സാധിക്കുന്നത്. ഇപ്പോൾ മൊബൈൽ നോട്ടിഫിക്കേഷൻ, അതായത് AI നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരുന്നത് ആ ഒരു മൊബൈൽ ആപ്പിലേക്കായിരിക്കും. അപ്പോൾ നിങ്ങൾ ഹിക്വിഷൻ്റെ NVR വെച്ചിട്ട് ബാക്ക് എൻഡിൽ ഈ ക്യാമറയെ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഹിക്വിഷനിൽ നിന്ന് നിങ്ങൾക്ക്, അതായത് ഹിക്വിഷൻ്റെ ഹിക് കണക്ട് എന്ന് പറഞ്ഞ ഒരു മൊബൈൽ ആപ്പ് ഉണ്ട്, അതിൽ നിന്ന് ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരില്ല. അത് അവിടെ റെക്കോർഡ് ആയിക്കൊണ്ട് മാത്രമേ ഇരിക്കുകയുള്ളൂ. അപ്പോൾ മൊബൈൽ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് അതാത് ആപ്പിൽ മാത്രമായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും, നമ്മൾ നമ്മുടെ ഫോണിൽ 2 മൊബൈൽ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. ഇങ്ങനെ നമ്മൾ വൈഫൈ ക്യാമറ വെച്ചിട്ട് NVR വെച്ചിട്ട് വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഒരെണ്ണം എന്തിനു വേണ്ടിയിട്ടാണ്? ഒരെണ്ണം നമുക്ക് മൊബൈൽ നോട്ടിഫിക്കേഷൻ വരുന്നതിന് വേണ്ടിയിട്ടും മറ്റേത് നമുക്ക് ബാക്ക് എൻഡിൽ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടും. നമ്മളിങ്ങനെ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നമുക്കിപ്പോൾ ഒരു മൊബൈൽ നോട്ടിഫിക്കേഷൻ വന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ പ്ലേ ബാക്ക് ചെയ്ത് നോക്കും എന്താണ് വന്നത് എന്നുള്ള കാര്യം. അങ്ങനെ പ്ലേ ബാക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് മെമ്മറി കാർഡ് ഇട്ടിട്ടുണ്ടെങ്കിലോ, അതായത് ഈ ക്യാമറയ്ക്കുള്ളിൽ നിങ്ങൾ മെമ്മറി കാർഡ് ഇട്ടിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഒരു ക്ലൗഡ് റെക്കോർഡിംഗ് എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് അപ്പം തന്നെ പ്ലേ ബാക്ക് എടുത്ത് നോക്കാൻ പറ്റുന്നത്. കാരണം നമ്മൾ ഈ ബാക്ക് എൻഡിൽ NVRൽ റെക്കോർഡ് ചെയ്യുന്ന കാര്യം ഈ മൊബൈൽ ആപ്ലിക്കേഷനോ ഈ ക്യാമറയ്ക്കോ അറിയാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് നമുക്ക് പ്ലേ ബാക്ക് ചെയ്ത് നോക്കാൻ പറ്റാതെ വരുന്നത്. അപ്പോൾ അറ്റ്ലീസ്റ്റ് നിങ്ങളൊരു 64 GB മെമ്മറി കാർഡ് ഈ ക്യാമറയ്ക്കുള്ളിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും സ്മൂത്ത് ആയിട്ട് സോൾവ് ആകും. ഈ വൈഫൈ ഈ ക്യാമറയ്ക്ക് കൊടുക്കുന്നത് നമ്മൾ എപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വൈഫൈ ആവരുത്. അതിന് പകരം നമ്മൾ സെപ്പറേറ്റ് ഒരു വൈഫൈ SSID ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഒരു പാസ്വേഡും, അതായത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പാസ്വേഡും ക്രിയേറ്റ് ചെയ്തുകൊണ്ട് വേണം നമ്മുടെ ഇതേപോലെയുള്ള വൈഫൈ ക്യാമറകൾ സെറ്റ് ചെയ്യാൻ. കാരണം വൺസ് ഇപ്പോൾ പുറത്തുനിന്ന് ഒരാൾ ഹാക്ക് ചെയ്ത് നമ്മുടെ നെറ്റ്വർക്കിലേക്ക് കയറി കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ ഇതിങ്ങൾക്ക് പറയുന്ന സമയത്ത് ഈ ഹാക്കിംഗ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അതൊരു 4-5 വർഷങ്ങൾക്ക് മുന്നേ ആയിരുന്നെങ്കിൽ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ഇന്നത്തെ കാലത്ത് നമുക്കറിയാം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആണ്, AI ഫീച്ചർ. അപ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഒരു ആൾക്ക് വളരെ എളുപ്പമെന്ന് തന്നെ പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുമെന്നും കൂടെ നിങ്ങൾ ഓർക്കുക. കാരണം ഇപ്പം ഞാൻ ഈ ഇരിക്കുന്ന ഒരു അവസരത്തിൽ എൻ്റെ ഈ ഒരു ഫേസ് വെച്ചുകൊണ്ട് തന്നെ ഒരു കോട്ടിട്ട രൂപം എനിക്ക് ആക്കണം എന്നുണ്ടെങ്കിൽ 1 സെക്കൻഡ് മതി അല്ലേ? അപ്പോൾ വളരെ എളുപ്പം തന്നെ നമുക്ക് നമ്മളെ തന്നെ മാറ്റിക്കളയാനോ അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും ചെയ്യാനോ സാധിക്കും എന്നുള്ള കാര്യം ഇപ്പോൾ വരുന്ന ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് വീഡിയോസ് ഒക്കെ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ? ഇപ്പോൾ വയേർഡ് ആയിട്ടുള്ളൊരു ക്യാമറയാണ് നിങ്ങൾ വെച്ചേക്കണം എന്നുണ്ടെങ്കിൽ ആ ക്യാമറയിൽ നിന്നുള്ള വീഡിയോ അവർക്ക് പുറത്തുള്ള ഒരാൾക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ ആ ക്യാമറയുടെക്ക് പോകുന്ന കേബിൾ കട്ട് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ NVRലേക്ക് പോകുന്ന കേബിൾ കട്ട് ചെയ്തിട്ടൊക്കെ വേണം അത് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നമ്മുടെ നെറ്റ്വർക്കിലേക്ക് ഫിസിക്കലായിട്ടുള്ളൊരു കണക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. പക്ഷേ വയർലെസ് ആയിട്ടാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എനിക്ക് തൊട്ടപ്പുറത്തുള്ള ആ ഓഫീസിലേക്ക് വൈഫൈ എൻ്റെ ഫോണിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഞാനൊരു ഹാക്കർ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് അവരുടെ നെറ്റ്വർക്കിലേക്ക് പെനിട്രേറ്റ് ചെയ്ത് കയറിയിട്ട് എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഈ വൈഫൈ ക്യാമറയുടെ പാസ്വേഡ് അല്ലെങ്കിൽ യൂസർ ID ഒക്കെ മനസ്സിലാക്കി ഉള്ളിൽ നെറ്റ്വർക്കിലേക്ക് കയറുന്ന ഒരു വ്യക്തിക്ക്
വളരെ എളുപ്പമെന്ന് തന്നെ നിങ്ങളുടെ ഓഫീസ് കമ്പ്യൂട്ടർ, നിങ്ങൾ വീട്ടിൽ നിന്ന് ഇരുന്ന് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഓഫീസ് കമ്പ്യൂട്ടറോ വീട്ടിലിരിക്കുന്ന കാര്യങ്ങളോ എല്ലാം ഇപ്പോൾ ഈവൻ നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ കൂടെ വരെ പല ആളുകളും ക്യാമറകൾ വെക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ പുറത്തുനിന്ന് ആർക്ക് വേണമെങ്കിലും അത് ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. മാത്രമല്ല വൈഫൈ ക്യാമറകളിലെല്ലാം തന്നെ ഓഡിയോയും വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അവർക്ക് കേൾക്കാനൊക്കെ പറ്റും നമ്മുടെ വീട്ടിൽ പറയുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ സൂക്ഷിച്ച് വേണം കൈകാര്യം ചെയ്യാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു ടെക്നീഷ്യനെയാണ് നിങ്ങൾ ഇങ്ങനെയുള്ള ഇൻസ്റ്റലേഷന് വേണ്ടി ചുമതലപ്പെടുത്താവുള്ളൂ. കാര്യങ്ങളൊക്കെ പഠിച്ചു വരുന്ന ഒരു വ്യക്തിയെ ഒന്നും നിങ്ങൾ പോയിട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് ഇതുപോലെയുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എനേബിൾഡ് ആയിട്ടുള്ള ക്യാമറകളൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട് ചുമതലപ്പെടുത്തരുത്. ഞങ്ങൾ നെക്സ സിസ്റ്റം ഇതേപോലെ പ്രൊഫഷണൽ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. ഓൾ കേരള ഞങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. ഇതൊരു പരസ്യമൊന്നുമല്ല, പക്ഷേ എന്നാലും ഞാൻ ജസ്റ്റ് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. വൈഫൈ ക്യാമറകൾ ഞങ്ങൾ ഇൻസ്റ്റലേഷൻ ചെയ്ത് കൊടുക്കാറില്ല. ഞങ്ങൾ ചെയ്യുന്നത് ഇലക്ട്രോണിക് സെക്യൂരിറ്റി സിസ്റ്റം ഇൻസ്റ്റലേഷൻ, അതുപോലെ തന്നെ ഓട്ടോമേഷൻ, ഇത്ര കാര്യങ്ങൾ. അതായത് അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. അതൊക്കെയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു ക്യാമറ ഒന്നും ഇൻസ്റ്റലേഷൻ ചെയ്യുന്ന പരിപാടി ഇല്ല. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ഒരു കാര്യം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.